ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടാണോ അതോ തേർഡ് പേഴ്സണോടാണോ, തേർഡ് പാർട്ടിയോടാണോ കൂടുതൽ സ്നേഹം എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക്, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടാണോ അതോ നിങ്ങളടുത്താണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ആരോടാണ് എന്നുള്ളത്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഗേറ്റ് വേ വന്നിട്ടുണ്ട്. സ്റ്റിൽനെസ്, ബോട്ടം ഓഫ് ദ ഡെക്ക്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടാണോ അതോ നിങ്ങളോടാണോ കൂടുതൽ ഇഷ്ടം? തേർഡ് പാർട്ടി ലൈഫിൽ ഇല്ലാത്തവർ ഒരിക്കലും ഈ റീഡിങ്ങിനെ കണക്ട് ചെയ്തെടുക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ റീഡിങ് കണ്ടാൽ മതി. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഡിസ്ട്രപ്ഷൻ ആണ്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ടാരോട്ട് കാർഡ്സ് എടുക്കുന്നത്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾ ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. 6 ഓഫ് വൺസ്, 3 ഓഫ് വൺസ്, ഇത് ചാരിയറ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ക്ലാരിറ്റിക്ക് വേണ്ടി എടുത്തിട്ടുള്ള കാർഡിനകത്ത് 3 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്ന ഒരു കാർഡാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇവിടെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുള്ള, ഇപ്പോൾ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പം അതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലാണ്, എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പ്രോബ്ലംസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇതിനു മുൻപേ, ഈ ഒരു പ്രോബ്ലംസിലേക്ക് വരുന്നതിൻ്റെ മുൻപേ നിങ്ങൾ തമ്മിലുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു ബോണ്ടിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങളും സ്റ്റക്കായിരുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും സ്റ്റക്കായിരുന്നു. നിങ്ങൾ പരസ്പരം അത്രയും വാല്യൂ കൊടുത്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സ്നേഹത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും പരസ്പരം നിങ്ങളുടെ സോളുകളിൽ തന്നെ സ്റ്റക്കായിട്ട് നിന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത്. ഓക്കെ, ദെൻ പിന്നീട് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള ചില വ്യക്തികൾ, ഓക്കെ, വേറൊരു വ്യക്തികൾ, തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ കാരണം നിങ്ങളുടെ ഇടയിൽ
ചില കശവിശകൾ സംഭവിച്ചു ഒരു സെപ്പറേഷനിലേക്ക് വന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തേർഡ് പേഴ്സണെ ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമയും ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷന് കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടിയാണ്. ആ ഒരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയതായിട്ട് ഇവിടെ ഫസ്റ്റ് തന്നെ ഗേറ്റ് വേ എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡ് വളരെ അധികം കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു കാർഡാണ്. നിങ്ങളിൽ സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങി വന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, അത് വിട്ടിട്ട് പിന്നീട് വേറെ ഒന്നിലേക്ക് കാലെടുത്ത് വെച്ചതായിട്ട്. ഞാൻ തുടക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളുകളായിരുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ തുല്യം വാല്യുബിൾ ആയിരുന്നു നിങ്ങൾ. ദെൻ പെട്ടെന്ന് അതെല്ലാം തന്നെ ഇട്ടിട്ട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോവാണ് നിങ്ങളുടെ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ പോയ സമയത്ത് കഴിഞ്ഞു പോയ കാര്യം, പാസ്റ്റിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിയിൽ വളരെയധികം വിശ്വാസം കൊടുത്തിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ പൊട്ടിത്തെറി ഉണ്ടായത് എന്നും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളത്. അതിന് എന്താ പറയുക, നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിക്കാൻ പോകുന്ന ഒരു ബന്ധം, ഒന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ റീയൂണിയൻ സംഭവിക്കുന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ബാലൻസ് ഇല്ലായ്മ, അതായത് നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടാവില്ലായിരിക്കാം, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളടുത്തോട്ട് കോണ്ടാക്റ്റിന് വരുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, ഒന്നും മിണ്ടുന്നില്ലായിരിക്കാം. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തേർഡ് പേഴ്സന്റെ പേരിലുള്ളൊരു ഈഗോ പ്രശ്നങ്ങൾ കാരണം നിങ്ങളൊരു ബാലൻസ് ഇല്ലാതെ നിങ്ങളുടെ ബന്ധം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ ആരോടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഒന്നൊന്നായിട്ട് പറയുകയാണെങ്കിൽ തുടക്ക സമയത്ത് നിങ്ങളായിരുന്നു അവർക്ക് എല്ലാം. ഭയങ്കര വിലപിടിപ്പുള്ള ഒരു സാധനമായിട്ടാണ് നിങ്ങളെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഒരു തേർഡ് പാർട്ടി വന്നതിൻ്റെ ശേഷം നിങ്ങൾ ഇട്ടിട്ട് അതൊരു ചീറ്റിങ് തന്നെയാണ്. ഡെഫിനറ്റ്ലി അതൊരു ചീറ്റിങ് തന്നെയാണ്. ആ ഒരു തേർഡ് പേഴ്സൺ ആയിരുന്നു അവർക്ക് എല്ലാം. അതായത് നിങ്ങളുടെ സ്ഥാനം ആ തേർഡ് പാർട്ടിക്ക് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുമ്പോൾ, അത് കഴിഞ്ഞു പോയതാണ് കാണിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഒറ്റയ്ക്കിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവർ പലതും റിയലൈസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും. ഈ തേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്നും വളരെയധികം ഒരു തിരിച്ചടി കിട്ടിയതായിട്ട്, അതായത് നിങ്ങളോട് അവർ ചെയ്തതുപോലെ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോടും ചെയ്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. മേ ബി വേറൊരു വ്യക്തിയുടെ കൂടെ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ബ്രേക്കപ്പ് ആവശ്യപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും ഒരു നല്ലൊരു തിരിച്ചടി കിട്ടിയതായിട്ട്, കാരണം നിങ്ങളുടെ വ്യക്തിയുടെ പലതും റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഓരോ വഴികളിലൂടെയും നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കറക്റ്റ് ഒരു ആൻസർ പറയുകയാണെങ്കിൽ ഇപ്പം അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ പഴയ കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നപ്പം എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഇപ്പം അവർ ഓർമ്മകളിലൂടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ളതെല്ലാം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല, ഒരു പെയിൻഫുൾ ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് തേർഡ് പാർട്ടിക്ക് ഇപ്പോഴും ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ലായിരിക്കാം, നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് തന്നെ ഇല്ലായിരിക്കാം. പക്ഷെ മെമ്മറീസുകൾ കൊണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് നിങ്ങളെയാണ്. ഇവിടെ തേർഡ് പാർട്ടിക്ക് ഇവിടെ ഒരു സ്ഥാനം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്ത് അവരെടുത്തിട്ടുണ്ട്. അതിന് കാരണം ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ് കേട്ടോ. കാരണം അവരെന്തോ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അവർ ഇട്ടിട്ട് പോയതോ സംതിങ് എന്തോ അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇവിടെ റിയലൈസേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ചാരിയറ്റ് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളടുത്തോട്ട് തിരിച്ചു വന്നിട്ടുണ്ടാകാം. ചില ആളുകൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം, എന്തെങ്കിലും സോറി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി, നീ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം.
നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ഇല്ലാത്തതൊക്കെ വിട്ട് കളയുക. ഓക്കെ, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകാം. ഇവിടെ ട്രിംബ് എന്ന കാർഡും അതുപോലെ ചാരിയറ്റ് കാർഡും ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തോട്ടുള്ള ഒരു തിരിച്ചു വരവാണത്. രഥത്തിലിരിക്കുന്ന ഒരു രാജകുമാരൻ, ഓക്കെ, വരുന്ന ഒരു രാജകുമാരൻ, അതാണ് ആ കാർഡ്സ് രണ്ടും കാണിച്ചു തരുന്നത്. നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടാകാം, ഇനി വന്നില്ലെങ്കിൽ അങ്ങനെ ഒരു അവരെടുത്ത് നിന്നുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.